പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിശേഷാൽ ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശേഷാൽ സിസ്റ്റർ സിമി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്നാണ് ഞാൻ ഛത്തീസ്ഗഡ് പറയുമ്പോൾ പലരും ചണ്ഡീഗഡ് പറയും, പലതും പറയും. പക്ഷേ വ്യക്തമായി ഛത്തീസ്ഗഡ് പറഞ്ഞതിനാൽ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഒരു മിഷണറിയുടെ മോളായി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ അംബികാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. ഒരു ഫെലോഷിപ്പായി കൂടുവാനിടയാക്കിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവം ഓരോ വഴികളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നടത്തിയെടുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നാം എല്ലാം ആ പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിപ്പാട് വന്നു, നമ്മളൊന്നും ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. എന്നാലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ജീവിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ ശ്രദ്ധ നിത്യജീവന് വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ. ഞാനിവിടെ നിന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിപ്പാനിട വന്നു, കർത്താവേ, ദൈവശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കേൾക്കുവാനിട വരണം. ദൈവശബ്ദമാണ് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നയിക്കുവാനിട വരുന്നത്. ഹല്ലേലൂയ. ദൈവശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവരാണ്. നീതീകരിക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും ദൈവം ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബെനറ്റോ പറഞ്ഞതുപോലെ നമ്മൾ ചിലതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാനായി, ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാനായി നാം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്താൽ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്താൽ വിളിക്കപ്പെട്ട ആ സ്ഥാനത്ത് നമ്മൾ അല്ല എന്ന്, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ചില സംസാരങ്ങളൊക്കെ വന്നപ്പോൾ രക്ഷ നഷ്ടപ്പെടുമോ എന്നൊരാളിങ്ങനെ ചോദിച്ചു. അപ്പോൾ കുറച്ച് ആളുകൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, കുറച്ച് ആളുകൾ രക്ഷ നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആ രണ്ട് രീതിയിലും ഞാനൊന്നും പറയുന്നില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം രക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്നൊരു എക്സാമിന് ജയിച്ചോ തോറ്റോ എന്ന് പറയുന്നത് പോലുള്ള ആൻസർ അല്ല രക്ഷ നഷ്ടപ്പെടുമോ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ. നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം പഠിക്കുവാനിട വരട്ടെ. എന്തായാലും ദൈവീക ഭാഗത്ത് നിന്ന് ദൈവം ചെയ്ത രക്ഷയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കും മാറ്റുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. നാം ഒരിക്കൽ യേശുവിനെ കണ്ടുമുട്ടി, യേശു വിശ്വസിച്ചു, നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ചതിനാൽ നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ ഓരോ ദിവസവും ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അത് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്ന് പറയുന്നത് സഭയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ആദ്യമായി സഭയെക്കുറിച്ച് യേശു പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വളരെ പരിചിതവും പലപ്പോഴും പല
വിമർശനങ്ങളും ഉള്ള ഒരു വാക്യശകലമാണ് നാം വായിച്ചത്. അവിടെ ബെറിയോനായ ശിമോൻ പത്രോസിനോട് യേശു പറയുകയാണ്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവസഭ പണിയുന്ന ദൈവിക അത്ഭുതത്തെ കണ്ട് വളരെയധികം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചില ചിന്താഗതികൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പരാജയമെന്ന് നാം ചിന്തിക്കുന്നിടത്ത് ദൈവം തൻ്റെ പ്രവൃത്തിയെ അത്ഭുതകരമായി നടത്തുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ തന്നെ ആദ്യത്തെ ആഴ്ചകളിൽ പ്രസംഗിച്ച ഒന്നാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ ചിലരുടെ ജീവിതത്തിൽ അതൊരു പരാജയമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിച്ച ആളുകളുടെ ജീവിതത്തിൽ അത് ദൈവാത്മാവിൻ്റെ ശക്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പിശാച് ഒരു വശത്ത് അത് തകർത്ത് കളഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലർക്കത് ഭോഷത്വമായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അതൊരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായി തീരുവാൻ വരട്ടെ. ഹല്ലേലൂയ. നാം പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നാം ബലഹീനരായി പരാജിതരായി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം ഒരു പരാജയത്തെ വിജയത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പലതിനെയും മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അന്നേ വരെയുള്ള ആ ചരിത്രത്തിൽ മേൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തിയിലൂടെ ഉയർത്തെഴുന്നേറ്റവരല്ലാതെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പ്രവർത്തിക്ക് പോലും ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ നാം ആ സഭയുടെ ഭാഗമാകുമ്പോൾ നാമും വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും പുറമേയുള്ള പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സഭയെ വിഭജിക്കാൻ സാധിക്കുകയില്ല. രണ്ട് തരത്തിലുള്ള സഭയുണ്ട്. രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞാൽ നാം കാണുന്ന ഒരു കൂട്ടം, അല്ലെങ്കിൽ ഓരോ ലോക്കൽ കോൺഗ്രിഗേഷൻസ്, അത് ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും. ഇവിടുത്തെ പോലെ ആയിരിക്കില്ല ഇന്ത്യയിലായിരിക്കുന്ന കൂട്ടങ്ങൾ, പല രാജ്യങ്ങളിൽ പല രീതി. അതെല്ലാം പുറമേ ഉള്ളൊരു സ്ട്രക്ചറാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ദൈവസഭ എന്ന് പറയുന്ന ഒരു വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. ആ സഭയെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാനിവിടെ പറയാൻ വന്ന കാര്യം, നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ്? ഹല്ലേലൂയ. നാം ഡെയിലി ചർച്ചിൽ പോകുന്നു, ദശാംശം കൊടുക്കുന്നു, ആരാധനയ്ക്ക് അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു. ഇതെല്ലാം സഭയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിലുള്ള സഭയുടെ ഭാഗമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ സഭയെ പണിയുന്നത് ആരാണ്? യേശു കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഈ പണിയുടെ പ്ലാൻ മുഴുവനായി കൺട്രോൾ ചെയ്യുന്നത് യേശുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എത്രമാത്രം ഈ പദ്ധതിയോട് ചേർന്നിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പദ്ധതിയിൽ ചേരാത്ത ആളുകളാണ് സഭയെ നശിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ആരാണ് സഭയെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നത്? പാതാള ഗോപുരങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഈ പഴയ നിയമ അല്ലെങ്കിൽ ആ യേശുവിൻ്റെ സമയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കോട്ടകളുടെ താഴെ ഇരുന്നു കൊണ്ട് അവർ ആ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൗൺസിൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ സഭയെ തകർക്കുവാനുള്ള പിശാചിൻ്റെ വലിയ പദ്ധതിയും പ്ലാനും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. സഭയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ഹല്ലേലൂയ. കാരണം അവനെ എല്ലാം തകർത്ത ഒരു വലിയ ദൈവിക പദ്ധതിയാണ് സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പാതാള ഗോപുരങ്ങൾ എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ കൗൺസിൽ എന്നാണ്. കൗൺസിൽ എന്ന് പറഞ്ഞാൽ പിശാചിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല എങ്കിലും ചിലതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തെ പോലെയല്ല അവൻ. ദൈവത്തിന് സർവ്വവ്യാപിയായി സർവ്വജ്ഞാനിയായി
സർവശക്തനായി നിലനിൽക്കാം. പിശാചിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. പിശാച് ഒരുപക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ ഇതേ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാവില്ല, പക്ഷെ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പിശാചിൻ്റെ കിങ്കരന്മാർ, ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലങ്ങളിലും ഓരോ വാഴ്ചകൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വളരെ കോർഡിനേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പിശാചിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പേടിക്കാൻ വേണ്ടിയൊന്നല്ല, കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഈ ഭൂമിയിലുള്ള സഭയെ തകർക്കുവാനായി പിശാച് 24/7 വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ പോലും ആ ചിന്തകളിട്ട് സഭയുടെ ഭാഗമാണെന്ന് നാം ചിന്തിക്കുന്നത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചതിക്കുഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പത്രോസിനോട് പറയുകയാണ്, ആരാണിത് നിനക്ക് വെളിപ്പെടുത്തിയത്? സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം സഭയുടെ ഭാഗമായി ജീവിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപ്പാടുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നാം കോർത്തിണക്കി ജീവിക്കുന്നതിനാലാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതത്തെ കോർത്തിണക്കി ജീവിക്കുമ്പോൾ നാം ഒരു കാര്യം അറിയണം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് നാം കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്ന വാക്കുകൾ നാം കേട്ട് അതുപോലെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ശബ്ദം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ശബ്ദം നാം വളരെ പല രീതിയിലെല്ലാം കേൾക്കാറുണ്ട്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കേട്ടപ്പോൾ സബ്മറൈൻസിനെ കുറിച്ച് കേൾക്കാണ് വന്നു. സബ്മറൈൻ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ 400-500 മീറ്റർ താഴെ യുദ്ധത്തിനൊക്കെ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വലിയ കപ്പലുകളാണ്, മുങ്ങിക്കപ്പലുകളാണ്. അതിനകത്ത് അദ്ദേഹം ഒരു 21 വർഷത്തോളം ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം പറയുകയാണ്, അവർക്ക് വെള്ളത്തിൻ്റെ ഒരു 100 അടി താഴേക്ക് പോയാൽ പിന്നെ കാഴ്ചകൾ മങ്ങും, പ്രഷർ കൂടും. അപ്പോൾ കാഴ്ചയല്ല അവർക്ക് വളരെ പ്രാധാന്യം, അവരുടെ ചെവിയാണ്. ചെവി എന്ന് പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന എല്ലാ വേവ്സിനെയും വളരെ മൈന്യൂട്ടായി അവർ അനലൈസ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഏത് സ്ഥലത്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും വളരെ പബ്ലിക് ആയിരിക്കില്ല, വളരെ സീക്രട്ട് ആയിരിക്കും. രാജ്യത്തലവന്മാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അവരെ ആക്കി വെച്ചിരിക്കുന്ന ആ ഉദ്ദേശം സാധിക്കുവാൻ വേണ്ടിയായിരിക്കും അവർ അവിടെയെല്ലാം ആയിരിക്കുന്നത്. ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ ചിലപ്പോൾ US-ൻ്റെ ബോർഡറിലൊക്കെ ആയിരിക്കും. അങ്ങനെ ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ ഓരോ സ്ഥലങ്ങളിലായിരിക്കുന്ന സാഹചര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുമായിട്ട് വന്നു. അപ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞു, തൊട്ടടുത്ത് തന്നെ ശത്രുവിൻ്റെ മുങ്ങിക്കപ്പലും ഉണ്ടാവും, അവരും ഇതുപോലെ സീക്രട്ടായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങോട്ടും അവരിൽ നിന്നൊരു വേവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോകാതെ വളരെ സീക്രട്ടായിട്ട് പോകും. എവിടെ നിന്നാണോ വേവ് അല്ലെങ്കിൽ പല രീതിയിലുള്ള സൗണ്ട് വേവുകൾ, പല രീതിയിലുള്ള വേവുകൾ അവർ അനലൈസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടാണ് അവരുടെ സൗണ്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ചെവി ഇരിക്കുന്നതെന്ന് അവർ പറയാതെ വന്നു. കാരണം ഈ രീതിയിലുള്ള മൂവ്മെൻ്റ് അല്ലാതെ എന്തെങ്കിലും ഒന്ന് മാറി സംഭവിച്ചാൽ ആ മുങ്ങിക്കപ്പലിലുള്ളവരെല്ലാവരും അപകടത്തിലാണ്, അല്ലെങ്കിൽ മരണമാണ് അടുത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ അവർ ശത്രു സൈന്യം അടുത്തുണ്ടെന്നറിഞ്ഞാൽ മൂവ് ചെയ്യുക പോലും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 ദിവസമൊക്കെ അതേ രീതിയിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോകുമെന്നൊക്കെ പറയുവാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിപ്പാട് വന്നു, നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനായി നാം കാതോർക്കുന്നുണ്ട് എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ ദൈവശബ്ദം എപ്പോഴും കേൾക്കുന്നവരായി തീരുവാട് വരണം. ഹല്ലേലൂയ. ദൈവശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത്? ദൈവശബ്ദം പ്രാർത്ഥനയിലൂടെ കേൾക്കാം, ദൈവവചനത്തിലൂടെ കേൾക്കാം, ദൈവ കൂട്ടായ്മയിലൂടെ കേൾക്കാം. ഹല്ലേലൂയ. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾപ്പാട് വരുന്നത്. ഹല്ലേലൂയ. ആ ദൈവശബ്ദത്തിൻ്റെ ആ പ്രവർത്തികൾക്ക് വേണ്ടി നാം കാൽ വെക്കുമ്പോൾ, ചിലതെല്ലാം നാം മുന്നിലേക്ക് ചെയ്യുമ്പോൾ അതിൽ ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ അതിനൊരു ഉദാഹരണമായിട്ടൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ.
ഈ വാക്യശകലം വായിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പാനിട വന്നു. എന്നെ തന്നെ ഒന്ന് അല്ലെങ്കിൽ വിശകലനം ചെയ്യുവാനും എനിക്ക് ഇടവന്നു. ഇവിടെ നമുക്കറിയാവുന്നതാണ്, യേശുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ലാസറിൻ്റെ മരണശേഷം സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അവർ അത്താഴത്തിന് ഇരിക്കുന്ന സമയം ലാസറിൻ്റെ സഹോദരിയായ മറിയ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സ്വച്ഛം ജഡമാംസ തൈലം, അല്ലെങ്കിൽ അത് വളരെ വിലയുള്ളതാണ്, ഒരു മനുഷ്യൻ്റെ ഒത്തിരി നാളത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. അത് യേശുവിൻ്റെ കാൽക്കൽ ഒഴിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഞാനത് ചിന്തിപ്പാൻ കാര്യം, പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് ആ കാര്യത്തെ വിവക്ഷിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനപ്പോൾ ചിന്തിച്ചു, ഈ യൂദ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, അത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും ചെയ്യുന്ന ഒരു മിനിസ്ട്രിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കമൻ്റാണ് യൂദ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനപ്പോൾ ചിന്തിച്ചു, ശരിയാണല്ലോ, നല്ലൊരു കാര്യമാണല്ലോ. യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? സഹായിക്കാനും ദരിദ്രന്മാരെയൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് യേശുവിൻ്റെ മിനിസ്ട്രിക്ക് ഒരു വലിയ എസ്റ്റാബ്ലിഷ് ആവുമല്ലോ എന്ന് ഞാനിങ്ങനെ ഒരു രീതിയിൽ ചിന്തിപ്പാട് വന്നു. പക്ഷേ അവിടെ യേശു പറയുകയാണ്, ദരിദ്രന്മാരൊക്കെ നിനക്ക് എപ്പോഴും ഉണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ചെയ്തത് ഈ സമയത്തെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അവൾ ചെയ്തത് ഏറ്റവും ഉന്നതമാണ്. അവൾ ചെയ്തത് ലോകത്ത് മുഴുവൻ പ്രശംസിക്കപ്പെടും. കാരണം അവളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ പറ്റുന്നതിലേക്കും ഏറ്റവും വലുതാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. മറ്റെല്ലാവരും പലരും പറയുമ്പോഴൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ സഹോദരിയെ സംബന്ധിച്ചോളം ഏറ്റവും ഉന്നതമായിട്ടാണ്. കാരണം അനേക വർഷങ്ങളോളം അവൾ അധ്വാനിച്ച് വളരെ സ്വരുക്കൂട്ടി അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യമാണ് അവൾ കൊണ്ടുവന്നത്. അതാണ് യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമൂഹം എന്ത് പറയുന്നു, നാം ചെയ്യുന്നതിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് എത്രമാത്രം വിലയുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, നാം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിന്മേൽ ഒത്തിരി ആളുകൾ പലതും കുറ്റം പറയുവാനായിട്ട് വരും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ, ദൈവശബ്ദത്തിൽ ചെയ്തതാണെങ്കിൽ, അതൊരു 100, 1000, 10,000 മടങ്ങായി നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കിത്തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഈ വാക്ക് വായിക്കുമ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ എത്രത്തോളം ദുഃഖം വന്ന് കാണും. ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയെ യാതൊരു വിലയില്ലാതാക്കി മാറ്റുന്ന ഒരു സമൂഹം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ ടെക്സ്റ്റിൽ തന്നെ പറയുകയാണ്, യൂദ എങ്ങനെയുള്ള മനുഷ്യനാ? അദ്ദേഹമാണ് പണസഞ്ചി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം മുഴുവൻ ആ രീതിയിലാണ്. അപ്പോൾ ഒരു കാര്യം അവൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഇത്, യൂദയെക്കുറിച്ച് ഒത്തിരി മറ്റ് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. അത് ഒരു കാര്യം ഇങ്ങനെയാണ്, യൂദ ഇങ്ങനെ ഒറ്റി കൊടുക്കുന്ന സമയത്ത് യൂദ വിചാരിച്ചു, യേശു എത്ര അത്ഭുതങ്ങളൊക്കെ ചെയ്യുമല്ലേ, അപ്പോൾ ഈ ഒറ്റി കൊടുത്താലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പൈസ അതൊരു പ്രോഫിറ്റാക്കി ഉണ്ടാക്കാമെന്ന്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, ദൈവാത്മാവിലായിരിക്കുമ്പോൾ, ദൈവസഭയിലായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദൈവശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദൈവസഭയുടെ ഭാഗമാക്കി നാം തീർത്താൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാണ് വരേണം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മറ്റു പലരും അതിനെ കുറ്റം പറഞ്ഞേക്കാം, പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ളത് കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാണ് വരും. പലതും പരാജയമായിട്ടായിരിക്കും ചില സാഹചര്യങ്ങളിൽ തോന്നുവാനായിട്ട് വരുന്നത്. ഞങ്ങൾ 2005 ഞങ്ങൾ പാർത്തിരുന്ന ആ ഒരു
കൊടാക്കു ആളുകളുടെ വില്ലേജിലേക്ക് പോകാണ്ട് വന്നത്. അവിടെ ചെന്നപ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് വ്യക്തമായൊരു മാസ്റ്റർ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു, ദൈവശബ്ദത്താൽ മുന്നോട്ട് നയിക്കപ്പെടുക എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെയും കൂടെ ഞാൻ എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചപ്പോൾ അവളുടെ ഒരു ടെസ്റ്റ് മണിയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുവാൻ ഇട വന്നു. കാരണം ഞങ്ങൾ പാർത്തിരുന്ന വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ്. എനിക്ക് തോന്നുന്നു വിൽസൺ ബ്രദർ വന്നിട്ടുണ്ട്, ഇവിടുന്ന് വേറെ വത്സാൻറ്റി ഉണ്ട്. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു വീടാണ്. അവിടുന്ന് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് പാർത്തപ്പോൾ പ്രഭാത കർത്യങ്ങൾ ചെയ്യുവാനുള്ള സംവിധാനങ്ങളില്ല. ലൈറ്റ് വെളിച്ചം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ലാൽറ്റൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ ഒരു വെളിച്ചമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഫോൺ ചെയ്യണമെങ്കിൽ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിലൊരു ഫോൺ ബൂത്തുണ്ട്. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾക്ക്. അവിടെ ചെന്ന് ആഴ്ചയിൽ ഒരിക്കൽ സംസാരിക്കും, അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് അറിയും. അതെല്ലാം ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ വളരെ അത്ഭുതങ്ങളും വളരെ ചിരിക്കുന്ന കാര്യവുമായി ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ ഭാഷ വളരെ പ്രയാസമായിരുന്നു. എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ലായിരുന്നു. ഹിന്ദി പഠിക്കുന്ന ഒരു സമയമായിരുന്നു. വീട്ടിലെ എൻ്റെ ഫാദറിനും മദറിനും ഒന്നും ഹിന്ദി അറിയില്ല. ആ സമയത്തുണ്ടായൊരു സംഭവം ഇങ്ങനെയാണ്. വെള്ളിയാഴ്ചയാണ് മാർക്കറ്റിൽ പോകുന്നത്. വെള്ളിയാഴ്ച പച്ചക്കറി വാങ്ങിച്ച് വയ്ക്കുന്നു, ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി അങ്ങനെയാണ് അവിടെ. അപ്പോൾ വെള്ളിയാഴ്ച പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ഫോൺ ബൂത്തിൽ ആ കടയിലുള്ള ആളുകളോട് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. അങ്ങനെ ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഫോൺ വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താ? ഫോൺ വന്നിരുന്നു, എൻ്റെ അമ്മ മരിച്ചുപോയി. അത് കേട്ടപ്പോൾ ഞാൻ വളരെ അയ്യോ എന്താണെന്ന് എൻ്റെ മനസ്സിൽ വളരെ വിഷമവും പ്രയാസമായി. പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് നമ്പർ കുത്തി വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ ഫോൺ എടുത്തത് അമ്മച്ചിയാണ്, എൻ്റെ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദാദിയാണ്, എൻ്റെ അമ്മയുടെ അമ്മയാണ് മരിച്ചത്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും രണ്ടുപേർക്കും 2 ലാംഗ്വേജാണ്. ഒരാൾക്ക് ഹിന്ദി അറിയുള്ളൂ, മറ്റേ മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മദർ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കേട്ടത് മാതാജി ആയിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടിയാണെന്നൊക്കെ അവിടെ പറയുന്ന സമയത്ത് അവർ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ചീത്തയായ വാക്കുകളൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൾഗറായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചിരിക്കും. അപ്പോൾ ഒരു കാര്യത്തിൽ ഭാഷ അറിയാതിനും നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനിത് കേട്ടിട്ട് എന്തെങ്കിലും ആരെ തുമ്പൊക്കെ പോയി. എൻ്റെ വൈഫിന് നന്നായിട്ട് ഹിന്ദി അറിയായിരുന്നു. അവൾ ഫിലഡൽഫിയ രാജസ്ഥാനിൽ ബൈബിൾ കോളേജ് പഠിച്ച ആളായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവൾ ചോദിക്കും, ഇതിൻ്റെ അർത്ഥം എന്താ? അയ്യോ, ഇത് നിങ്ങളോട് പറഞ്ഞതാണോ? അപ്പോൾ അത് കേട്ട് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി നല്ല സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഭാഷ പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്, ഭാഷയൊന്നും അറിയില്ല. ഈ സമയത്ത് എങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം ആളുകളോട് പറയുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെ ഷെയർ ചെയ്യും? കാരണം ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ എന്നാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ എങ്ങനെ അവർ മനസ്സിലാക്കും? ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എങ്ങനെ പറയുമെന്നൊക്കെ വളരെ ചിന്തിച്ചു. ഏതാണ്ട് ഒരു 2-3 വർഷത്തോളം അങ്ങനെ നിന്നു. പക്ഷേ അവരിലേക്ക് ദൈവവചനം പറയുവാനും കൊടുക്കുവാനൊക്കെ ഇടവന്നു. 6-7 വർഷമായപ്പോഴേക്കും അവിടെ കുറേ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് നമ്മുടെ ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസോ കാര്യങ്ങളോ ഒക്കെ സമർപ്പിച്ച് ദൈവം പറഞ്ഞ രീതിയിൽ നാം പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവിടെ എല്ലാം നമുക്ക് ഒരു അയ്യം വിളിക്കുന്ന ഒരു വേദന നമ്മുടെ ജീവിതത്തിലുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. കർത്താവേ, ഇത് നടക്കുന്നില്ലല്ലോ, നീ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ അവിടുത്തെ സർപ്പഞ്ചിനൊക്കെ ഒത്തിരി വലിയ സ്നേഹമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി വർഷങ്ങൾക്കുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ വൈഫിനെ അദ്ദേഹത്തിൻ്റെ മോളായി സ്വീകരിച്ചു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അപ്പോൾ മോളായി സ്വീകരിച്ചു. അവരിലൊരു ഭാഗമാക്കി തീർക്കുവാടെ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിലുണ്ടായപ്പോൾ അവർ അത്രമാത്രം ഞങ്ങളോട് സ്നേഹിച്ചു. അതുപോലെ ഇന്ന് രാവിലെ വൈഫ് ഒരു സൂം മീറ്റിങ്ങിൽ ടെസ്റ്റ് പടി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. വാസ്തവത്തിൽ ആണുങ്ങളെ സംബന്ധിച്ചോളം ഈ രാവിലെയുള്ള വെളിക്ക് പോലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഈസിയാണ്.
പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ഏതാണ്ട് പട്ടണത്തിന് പുറത്തെന്ന് പറയുന്ന ഒരു കാട് പ്രദേശത്ത് പോയിട്ടാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളിങ്ങ് തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് ഒത്തിരി അതിനുവേണ്ടി എല്ലാം കഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓർക്കുകയാണ്. പക്ഷേ ചെറിയ കഷ്ടപ്പാടുകളെല്ലാം വലിയ നിത്യതയുടെ ധനമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആദ്യം ഇവിടെ പറയുന്ന പോലെ ഒരു ക്രൂശില്ലാതെ ഒരു കിരീടമില്ല, ഒരു ക്രൂശില്ലാതെ ഒരു കിരീടമില്ല. ലീലാൻ്റെയൊക്കെ സാക്ഷ്യം പറഞ്ഞപ്പോൾ വളരെ വേദനയോടെ പറയുന്നത്, കാരണം ഇതെല്ലാം ഒരു ക്രൂശിൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ നാം ഈ ക്രൂശ് വഹിക്കുന്നത് കൊണ്ടാണ് ഇനി ഒരു വലിയ കിരീടം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് കർത്താവിനോടുകൂടിയുള്ള വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിലുള്ളവർക്ക് ആയിട്ടല്ല ജീവിക്കുന്നത്, സ്വർഗത്തിന് വേണ്ടിയുള്ളവരായിട്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഈ പ്രയാസങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, നാം യേശുവിൻ്റെ ക്രൂശിനെ പൂർത്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. നാം യേശുവിൽ അടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വലിയ ദർശനം ഉണ്ടാകണം, ആ വലിയൊരു കാഴ്ചപ്പാടുണ്ടാകണം, ആ വഴിയിലൂടെ നയിക്കപ്പെടുവാണ് വരണം. യേശുവിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ഹല്ലേലൂയ സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ ഭാഗമാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? യേശുവിനോടാണ്. ഹല്ലേലൂയ. നാം വായിച്ച ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ചില കാര്യങ്ങളെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നാം ചെയ്യുന്നത്, യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം. അതല്ലാതെ മറ്റൊരു തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ അത് നഷ്ടവും അത് വൃഥാ ചെലവുമാണെന്നെല്ലാം തോന്നും. ഹല്ലേലൂയ. ഞാനൊന്ന് പറയട്ടെ, ഞാനിവിടെ നിൽക്കുന്നതും ഞാൻ നിങ്ങളോടൊക്കെ ആയിരിക്കുന്നതും എൻ്റെ ബലമോ ശക്തിയൊന്നുമല്ല. നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേര് സഹായിക്കുകയും ബലപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇതെല്ലാം കാണുമ്പോൾ അറിയുമ്പോഴൊക്കെ ദൈവത്തെ ഒത്തിരി നന്ദി പറയുവാനിട വന്നു. ഒന്നും മുമ്പിലേക്ക് നോക്കി ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ബലമൊന്നുമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം. ഹല്ലേലൂയ. ദൈവശബ്ദത്തിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതം, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം ഇടയാക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ബലം എന്ന് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വളരെ ബലഹീനമായ അല്ലെങ്കിൽ പരാജയപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും അതിൽ നിന്ന് ദൈവം ഉയർത്തുവാൻ വളരെ ശക്തമാണ്. കാരണം നമ്മുടെ ജീവിതത്തെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹോദരി ചെയ്തത് ഇന്ന് ലോകത്ത് ഏറ്റവും വലുതായി വാഴ്ത്തപ്പെടുവാനിട വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി വളരെ മൂല്യമുള്ളതാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. വളരെ വിലപ്പെട്ടതാണോ നാം ചെയ്യുന്നതെന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം അതിനെ മാനിക്കുവാനിട വരും. നാം ചിന്തിക്കുന്നതിനേക്കാളും വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവശക്തി നമ്മോടുകൂടെയുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നയിക്കപ്പെടുവാനിട വരുന്നത്. ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിട വരണം. ഏത് സാഹചര്യത്തിലൂടെ പോകുമ്പോഴും ആ ദൈവത്തെ നമുക്ക് കാണുവാനിട വരണം. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. പത്രോസിന്റെ ജീവിതത്തെക്കുറിച്ചാണ് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. അത് നമുക്ക് വളരെ സുപരിചിതമായ വാക്യശകലമാണ്. ഹല്ലേലൂയ. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശിമോൻ രാത്രിയിൽ മൊത്തം അധ്വാനിച്ചു, അവനൊന്നും കിട്ടിയില്ല. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, നീ
വല ഇറക്കുക. അപ്പോൾ പറഞ്ഞു നിൻ്റെ വാക്കിന് വല ഇറക്കാം. അവർക്ക് വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി. അവർ 2 പടങ്ങ് മുങ്ങുമാറായി മീനെ പിടിച്ചു. അതിനുശേഷം 8-ാം വാക്യത്തിൽ പറയുകയാണ്, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കണ്ടാൽ നാം ഈ പത്രോസിനെ പോലെ പ്രതികരിക്കാറുണ്ടോ? പത്രോസിൻ്റെ ജീവിതത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ വളരെ നിരാശയായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായത്. എന്താണ്? വലിയ മീൻകൂട്ടം അവർക്ക് കിട്ടി. അവർക്ക് മാത്രമല്ല, അവർക്ക് എല്ലാവർക്കും കിട്ടി. ഉടനെ പത്രോസിൻ്റെ പ്രതികരണമാണ്, പാപിയായ എന്നെ വിട്ടു പോകണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പത്രോസിനെ കുറിച്ച് പഠിച്ചാൽ അവരുടെ എല്ലാവരുടെയും ഒരു ബോധ മനസ്സിൽ അവരെങ്ങനെ നീതിമാനാകണമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണ്. യഹൂദന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവരിങ്ങനെ അന്വേഷിക്കുകയാണ്, എങ്ങനെയാണ് നീതിമാൻ. അതുകൊണ്ടാണ് അവർ ഈ യാഗവും ആലയവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം അവർ യാഗമർപ്പിച്ച് നീതിമാനായി തിരിച്ചു വരുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ യഹൂദൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോളം അവനെപ്പോഴും ഈ നീതിമാൻ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതിമാനായി തീരുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതം പ്രവർത്തിച്ച ഒരു സമയമാണ്. ഞാനാണെങ്കിൽ അവിടെ എന്ത് പറഞ്ഞേനെ, കർത്താവേ, ഇത്രയും മീനുണ്ട്, എന്നെ നീ ഒരു ലക്ഷാധിപതിയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. എന്നെ ഇത്രത്തോളം മാറ്റി. എൻ്റെ ഭാര്യ, എൻ്റെ മക്കളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ഞങ്ങളുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തി. 2 നില വീട് കിട്ടി, കാറ് കിട്ടി, ലോറി കിട്ടി, പ്ലെയിൻ കിട്ടി, ഇതൊക്കെ പറയൂലേ. പക്ഷെ പത്രോസിൻ്റെ പ്രതികരണം ഇതായിരുന്നു, അയ്യോ, പാപിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നാം സഭയുടെ ഭാഗമായി മാറുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്. ഹല്ലേലൂയ. നമുക്കൊരു പാപിയാണെന്നോ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കണമെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക മാത്രമല്ല, ദൈവശബ്ദത്തിൽ ഞാൻ പോകുന്നു, അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന, അവൻ പാപിയാണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ വീണ്ടും 11-ാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ്, പിന്നെ അവർ സകലതും വിട്ട് അവനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അപകടം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഈ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ പുറകെ പോവോ, ദൈവത്തിൻ്റെ പുറകെ പോവോ? അത് നമ്മളോട് എപ്പോഴുമുള്ളൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം ദൈവിക സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ദൈവശബ്ദം നാം കേൾക്കുന്നവരായി തീരുവാണ് വരും. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുമ്പോൾ നാം അനുസരിക്കുന്നവരാണെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും ദൈവശബ്ദം നമ്മളോട് സംസാരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭാഷണം കേട്ടപ്പോൾ, യഥാർത്ഥത്തിൽ പാപമെന്ന് പറഞ്ഞാൽ എന്താണ്? പാപമെന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ്. ആദാമും ഹവ്വായും പാപം ചെയ്തു. ആദാമും ഹവ്വായും പാപം ചെയ്തത് അതിനകത്ത് പറയുന്നത് അനുസരണക്കേടാണ്. മോശ എഴുതി വെച്ച 10 കൽപ്പനകളുടെ ഒന്നും അവരവിടെ തെറ്റൊന്നും ചെയ്തില്ല. അതൊക്കെ പിന്നീട് വരുന്ന കാര്യം. പക്ഷേ ആദാമും ഹവ്വായും ദൈവത്തോട് പാപം ചെയ്തു എന്ന് പറയുമ്പോൾ അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് കാണിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. അനുസരണക്കേട് എന്താണ്? സഭയുടെ ജീവിതത്തെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മാവിനെ വഴങ്ങാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ നമ്മുടെ ജീവിതത്തിൽ നാം ചിലത് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഒന്നുകൂടി കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിനിൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ ഇടവരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും സഭയുടെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. സഭയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഈ പാതാള ഗോപുരങ്ങൾ ഈ സഭയെ ഹല്ലേലൂയ ജയിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പണിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ക്രിസ്തു ആകുന്ന തലയോളം നമ്മെ ഓരോ ദിവസവും പണിതെടുക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് വരുവാട് വരണം. ഹല്ലേലൂയ. ഇതെല്ലാം പറയുമ്പോൾ ലോകത്തിലുള്ള ആളുകളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു നിത്യതയെക്കുറിച്ച് അറിയില്ല, അവർക്കൊരു ദൈവിക കൃപയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത നന്മയെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ആ യേശുവിനെ
അറിയുവാൻ വരണം. ഹല്ലേലൂയ. അനുദിന ജീവിതത്തിൽ ആ യേശുവിനെ അറിയുവാൻ വരണം. ആ യേശുവിൽ നിന്ന് കേൾക്കുവാൻ വരണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മാതാവിൻ്റെ ഉള്ളിൽ ഉരുവായ 2 കുഞ്ഞുങ്ങൾ, ഇരട്ട കുഞ്ഞുങ്ങളാണ്. അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കുഞ്ഞ് മറ്റു കുഞ്ഞിനോട് പറയുകയാണ്, എടാ എനിക്ക് ഭക്ഷണവും ഇതൊക്കെ കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, നിനക്കോ അത് തന്നെ. പിന്നെ എന്തിനാണ് ഈ കൈ വന്നേക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ കാല് വന്നേക്കുന്നത്, എന്തിനാണ് ഇതെല്ലാം? അപ്പം മറ്റേ കുഞ്ഞ് അവനോട് പറയുകയാണ്, എടാ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്, ഇനി ഒരു വലിയ ഒരു ജീവനുണ്ട്, ഇതൊരു ചെറിയ നാളത്തേക്കുള്ളൊരു ജീവനാണ്. അപ്പം മറ്റേ ആൾ പരിഹസിക്കാണ്ട് വന്നു, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അല്ല, നമുക്ക് കൈ ഉണ്ടല്ലോ, കാലുണ്ടല്ലോ, എന്നാൽ പിന്നെ നടക്കാൻ പറ്റാത്ത എന്താ, എന്നാൽ പിന്നെ കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത എന്താ? അവർ തമ്മിൽ അങ്ങനെയുള്ളൊരു വാദപ്രതിവാദമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് അവരുടെ കൈകളുടെയും കാലുകളുടെയും യഥാർത്ഥമായ പ്രവൃത്തിയെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഒരു നിത്യതയ്ക്ക് വേണ്ടി മെനഞ്ഞിരിക്കുകയാണ്. ഈ നിത്യതയെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിത്യമായൊരു ജീവന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. അവൻ്റെ മരണം മൂലം നമ്മളെ നീതിമാന്മാരാക്കുവാനിട വന്നു. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ നമ്മെ നയിക്കുകയാണ് ക്രിസ്തുവിനോളമായി തീരുവാനായി. ഹല്ലേലൂയ. ഈ മരണത്തിന് ശേഷം നിത്യമായൊരു ജീവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഈ യേശുവിനെ നാം കാണുവാനിട വരുന്നത്. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയും, ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, ഇവിടെ ഞങ്ങൾ ഞെരങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഒരു മടങ്ങി വരവിൻ്റെ അനുഭവം ഉണ്ടാകണം. വെളിപ്പാട് പുസ്തകത്തിൽ പല സഭകളെക്കുറിച്ച് പറയുമ്പോൾ ലവോദിക്ക സഭയെന്ന് പറയുന്ന സഭയോട് യേശു വന്ന് പറയുകയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഫെലോഷിപ്പ് എപ്പോഴും ആയിരിപ്പാട് വരെയാണ്. ഈ കൂട്ടായ്മയും ഈ ആരാധനയ്ക്കും വരുമ്പോൾ മാത്രമല്ല, ഈ കൂട്ടായ്മയും ആരാധനയെല്ലാം വരുമ്പോൾ നമ്മുടെ സ്നേഹവും നമ്മുടെ തമ്മിലുള്ള ഫെലോഷിപ്പുമാണ് കൂട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന സമയത്ത് ഓരോ നിമിഷവും കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ട് ജീവിപ്പാട് വരയണം. ഹല്ലേലൂയ. ദൈവശബ്ദത്തിൽ ജീവിപ്പാട് വരയണം. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറയണം, എൻ്റെ ശരീരത്തെ നിത്യമായ ഒരു ശരീരത്തിന് വേണ്ടി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കീഴടങ്ങി നീങ്ങുന്നുവെങ്കിൽ നാമും സഭയെ പണിയുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. വളരെ അത്ഭുതകരമായിട്ടാണ് യേശു തൻ്റെ സഭയെ പണിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബലമോ നമ്മുടെ ചിന്തകളോ അല്ല, ദൈവപ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ പോയ ആ സാഹചര്യത്തെക്കുറിച്ച്. ഇന്ന് അനേകം ആളുകൾ യേശുവിനെ വിശ്വസിക്കുന്നു. അവർ മുഖാന്തരം അനേകം പേർ യേശുവിലേക്ക് വരുന്നു. ഈ പ്രവൃത്തി വളരെ ശക്തമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉന്മേഷം ഉണ്ടാകുവാൻ വരെയാണ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ സാക്ഷിയാകുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തി ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സമർപ്പണം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയോടുള്ള ഒരു ചെറിയ പ്രവൃത്തി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ വരും. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെടുവാനിട വരെയാണ്. ഞങ്ങൾ താമസിച്ച ആ വീടിൻ്റെ താഴെയുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അനേക വർഷങ്ങൾ ഒരുമിച്ച് താമസിച്ച അവർ CRPFിലുള്ള ജോലിക്കാരാണ്. അവർ ഒരു രാജപുത്ത് എന്ന് പറഞ്ഞാൽ ഹൈ കാസ്റ്റ് ബ്രാഹ്മണാണ്. വളരെ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കൊക്കെ എതിരാണ്. വളരെ ബന്ധനത്താൽ അല്ലെങ്കിൽ എപ്പോഴും പൂജയും ഒക്കെ ഉള്ള ആളുകളാണ്. എൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹവും കുറേ ജോലിയൊക്കെ ആയിട്ട് പോകും, ഞാനിങ്ങനെ മിനിസ്ട്രിയുടെ കാര്യത്തിനൊക്കെ ആയി പോകും. അപ്പോൾ അവർ വളരെ കൂട്ടായിരുന്നു. അവരുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോവുക, പച്ചക്കറി മേടിക്കാൻ പോവുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു.
ആ പുള്ളിക്കാരത്തി എപ്പോഴും പൂജയാണ്. രാവിലെ പൂജ, 6 മണിയാകുമ്പോൾ പൂജ, ഭർത്താവിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരും. പുള്ളിക്കാരത്തി വന്നാൽ വളരെ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അവിടെ തന്നെ ട്രൈബിലുള്ള ഒരു പുള്ളിക്കാരത്തിയുണ്ട്. അപ്പോൾ അവരുമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ആണെങ്കിൽ പ്രാർത്ഥന നിർത്തിപ്പിച്ച് അങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന കാരണം പുള്ളിക്കാരത്തിക്ക് അത് ഇഷ്ടമല്ല. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും പ്രാർത്ഥനയൊക്കെ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ട്രാൻസ്ഫറായി ഭോപ്പാലിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പോകുന്ന ചർച്ചിലെ ഫാദറിൻ്റെ പേരെന്താ? അപ്പോൾ ഞങ്ങൾ ഒരു സംശയിച്ചു, ഇനിയിപ്പോൾ വളരെ പ്രശ്നങ്ങളാണല്ലോ, കുറ്റു കൊടുക്കാൻ വേണ്ടിയൊക്കെയാണോ എന്ന്. വൈഫ് പറഞ്ഞു, പാസ്റ്റർ എന്നാണ് പറയുന്നത്. ആണോ? അവരിങ്ങനെ അന്വേഷിച്ചു. ആദ്യം ഒരു കത്തോലിക്ക ചർച്ചിൽ ചെന്നു, അവർക്കത് മനസ്സിലായില്ല. അവർ പറഞ്ഞു ഇതല്ല ലിജു ലിസായുടെ ആരാധിക്കുന്ന രീതി എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. അതിനുശേഷം രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ചർച്ചിൽ ചെന്നു. ആ ചർച്ചിൽ അറ്റൻഡ് ചെയ്തു. കുറച്ച് നാൾ മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിലൊക്കെ വന്നായിരുന്നു. സ്നാനപ്പെടണമെന്നെല്ലാം പറഞ്ഞു. ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ അവർ സ്നാനപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം CRPFിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ചു. കാരണം അദ്ദേഹത്തിന് ആ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സുവിശേഷ വേലയുടെ ഭാഗത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഞങ്ങൾ സുവിശേഷമോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ജീവിതങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. അതിനൊരു പക്ഷേ നിങ്ങളുടെ സ്നേഹത്താലുള്ള ഒരു ചെറിയ പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ യേശു സ്നേഹിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു യേശു സ്നേഹിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നതിലൂടെ ആയിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രവർത്തിപ്പാടെ വരണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആ സഭയെ ചേർക്കുവാനായി യേശു വേഗം വരും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങുവാനും അനേകം പേരെ ഒരുക്കുവാനും ഇവിടെ വരട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാ